വെറുതെ പറയല്ല, ഒരു രക്ഷയില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മധുരം കഴിക്കാനുള്ളൊരു തോന്നലുണ്ടാവില്ലേ? എത്രയൊക്കെ ഹെൽത്തി ഡയറ്റ് ആണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നം അതാണ് കേട്ടോ. അപ്പം നമുക്കെന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് നോക്കിയാലോ? ഇതൊരു പെർഫേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പെർഫേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പീനട്ട് ബട്ടർ ആണ് കേട്ടോ. കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള പീനട്ട് ബട്ടർ ആണെങ്കിൽ നല്ല ടെക്സ്ചർ ആയിരിക്കും. അതൊരു ബ്ലെൻഡറിലേക്ക് ഇടുക കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് കോട്ടേജ് ചീസ്. ഞാൻ കണ്ട റെസിപ്പിയിൽ അവർ പറയുന്നത് 2 ടേബിൾ സ്പൂൺ ഓഫ് സ്വീറ്റ്നർ എന്നാണ്. ഇപ്പം നമുക്കിവിടെ സ്വീറ്റ്നർ ഇല്ലാത്തതുകൊണ്ട് ഷുഗർ ഇടാം, ഷുഗറോ ഹണിയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേപ്പിൾ സിറപ്പാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മേപ്പിൾ സിറപ്പ് എടുക്കുവാണ്. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ. എന്നിട്ട് അതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുക. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് പീനട്ട്സും കൂടെ ക്രഷ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മുകളിലൊന്നിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സംഭവം കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. വെറുതെ പറയല്ല, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് പീനട്ട് ബട്ടറിന്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ കോട്ടേജ് ചീസ് ഇട്ടെന്ന് പറയില്ല കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. ഒരു ഡെസേർട്ടായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സാധനം. പണ്ടാരി ചോക്ലേറ്റ് എല്ലാം കൂടെ കട്ട് ചെയ്ത് പോയതാണ്. ഒന്നും പറയാനില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. അമ്മ ജോലിയിലും ചെറുക്കൻ ടേക്ക് കെയറിലുമാണ്. അവർ വരുമ്പോൾ അവർക്കും കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. മിക്കവാറും ഞാൻ കൊടുക്കാൻ തോന്നുന്നില്ല. ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റ് ട്രൈ. ഹൈ പ്രോട്ടീൻ, വളരെ കുറച്ച് ഷുഗറേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഫോർ നൗ.